ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത. ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മലയാളം തന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുകയല്ല, പകരം നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ തിങ്ക് ചെയ്തിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അറിയേണ്ടത് അതിൻ്റെ ആ ഒരു പാറ്റേൺ, അതായത് അതിൻ്റെ ആ സെൻറ്റൻസിൻ്റെ ഒരു ഓർഡർ, സെൻറ്റൻസിൻ്റെ ഒരു സ്ട്രക്ചർ, അത് ശരിക്കും നമുക്ക് അറിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഇന്ന് നമ്മൾ ചെറിയ ചെറിയ സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആദ്യം പഠിക്കാം. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു 5 സ്ട്രക്ചർ നമുക്ക് ആദ്യം പറയാം. അത് അനുസരിച്ചിട്ട് നമുക്ക് ഓരോ സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ സ്ട്രക്ചർ, അതായത് ഫസ്റ്റ് വൺ, സബ്ജക്റ്റ് പ്ലസ് വേർബ്. സബ്ജക്റ്റ് പ്ലസ് വേർബ് സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയാലോ, നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ. ഇപ്പം നൗൺ എന്താണ്, ഒരാളുടെ പേര് അല്ലെങ്കിൽ വസ്തുക്കളുടെ പേര്, സാധനങ്ങളുടെ പേര് അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ പേര്, അതല്ലെങ്കിൽ മാസങ്ങളുടെ അല്ലെങ്കിൽ ആഴ്ചകളുടെ പേരോ, പിന്നെ ജോലികളുടെ പ്രൊഫഷൻസ്, ഇതൊക്കെ ഈ നൗണിൽ പെടും. പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അവൻ, അവൾ, അതായത് ഹി, ഷീ, ഇറ്റ്, ദേ, വി, ഇതൊക്കെ പറയില്ലേ, അതാണ് പ്രൊനൗൺസ്. അപ്പോൾ ഈ നൗൺ പ്രൊനൗൺ ഇത് ചേർന്നതാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ അടുത്തത് ഒരു പ്രവൃത്തി, വേർബ്, അതാണ് വേർബ്, ആക്ഷൻ. അപ്പോൾ ഈ സബ്ജക്റ്റും അതുപോലെ തന്നെ വേർബും ചേർന്നിട്ട് നമുക്ക് ആദ്യം സെൻറ്റൻസ് ഉണ്ടാക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമുക്കൊരു സബ്ജക്റ്റ് എടുക്കാം. എന്താണ്, ഇവിടെ ഞാൻ ഗേൾ എന്ന ഒരു സബ്ജക്റ്റ് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഗേൾ. അപ്പോൾ ഗേൾ എടുത്താൽ പിന്നെ നമുക്കതിന് മുമ്പിലായിട്ട് ഒരു ആർട്ടിക്കിൾ എന്തെങ്കിലും വേണം. ആൻഡ്, ദ. ഇതിലേതാണ്? ആൻഡ് ചേർക്കാൻ പറ്റില്ല, അത് വവൽസിൻ്റെ കൂടെയാണല്ലോ നമ്മൾ ചേർക്കുക. അപ്പോൾ അല്ലെങ്കിൽ ദ. ഇവിടെ നമുക്ക് ദ ഗേൾ എന്നെടുക്കാം, അതാണ് സബ്ജക്റ്റ്. ഇനി നമുക്ക് വേണ്ടത് വേർബ്, അതായത് ഒരു പ്രവൃത്തി. ഇപ്പം ഞാൻ വായിക്കുക, റീഡ് എന്നുള്ള ഒരു പ്രവൃത്തിയാണ് എടുക്കുന്നത്, അതാണ് വേർബ്, റീഡ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുക? സബ്ജക്റ്റ് ആദ്യം, പിന്നെ വേർബ്. ഇപ്പം രണ്ടും ഒന്നിച്ച് ചേർത്താൽ ദ ഗേൾ റീഡ്സ്. റീഡ് അല്ല, കാരണം ഗേൾ സിംഗുലർ ആണ്. അപ്പോൾ നമുക്ക് റീഡിൻ്റെ കൂടെ എസ് ചേർക്കണം. അപ്പോൾ ദ ഗേൾ റീഡ്സ്, അതാണ് നമ്മുടെ ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ്. ഇങ്ങനത്തെ കുറേ സെൻറ്റൻസ് ഉണ്ടാക്കി നിങ്ങൾ നോക്കുക. കാരണം ഇപ്പോൾ ദ ഗേൾ റീഡ്സ്, അല്ലെങ്കിൽ ഹി പ്ലേസ്, ഷീ ഈറ്റ്സ്, ദേ റൺ, ഇങ്ങനെ ചെറിയ ചെറിയ സെൻറ്റൻസ് ചെറുതായിട്ട് ഒരു സബ്ജക്റ്റും ഒരു വേർബും ഇങ്ങനെ വെച്ചിട്ട് കുറേ സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കുമ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്കൊരു ചെറുതായിട്ട് സ്റ്റാർട്ടിങ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അതായത് നമ്പർ 2, എങ്ങനെയാണ് സെൻറ്റൻസിൻ്റെ ആ ഒരു ഓർഡർ. അപ്പം അതിൻ്റെ സ്ട്രക്ചർ ആദ്യം നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് വേർബ് മനസ്സിലായി ഇപ്പോൾ എന്താണ് അല്ലേ. ഇനി ഒബ്ജക്റ്റ്. എന്താണ് ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേർബ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പ്രവൃത്തി, ആ ആക്ഷൻ്റെ ഒരു റിസൾട്ട്, അത് റിസീവ് ചെയ്യുന്ന ഒരു അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു തന്നെ എടുക്കാം. ദ ഗേൾ റീഡ്സ് വാട്ട്, എന്താണ് വായിക്കുന്നത്? ഗേൾ റീഡ്സ് എന്ന് പറഞ്ഞു, പെൺകുട്ടി വായിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്താണ് വായിക്കുന്നത്? അപ്പോൾ നമുക്ക് അവിടെ ഒബ്ജക്റ്റ് കിട്ടി. എന്താണ് ഒബ്ജക്റ്റ്? എ ബുക്ക്. ദ ഗേൾ റീഡ്സ് എ ബുക്ക്. എ ബുക്ക്, അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഇപ്പോൾ മനസ്സിലായോ? ആ ഒരു വേർബിൻ്റെ ആക്ഷനാണത് അല്ലേ, വായിക്കുന്നതിൻ്റെ റിസൾട്ട് ബുക്ക് അല്ലേ. അപ്പോൾ അതാണ്, അതായത് ഈ പ്രവൃത്തി റിസീവ് ചെയ്യുന്ന ആൾ ഒബ്ജക്റ്റ്. ഇപ്പോൾ ആ ഒരു 3 സ്ട്രക്ചർ ഇതുണ്ട, സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്, ഇത് 3ഉം വെച്ചിട്ട് നിങ്ങൾക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇനി ചെറിയ ചെറിയ സെൻറ്റൻസ്, ആദ്യത്തത് കഴിഞ്ഞു, സെക്കൻഡ് വൺ കഴിഞ്ഞു. ഇതേപോലെ ഇപ്പോൾ ഷീ സബ്ജക്റ്റ് എടുക്കുക, ലൈക്സ് വേർബ് എടുക്കുക, എന്നിട്ട് ഷീ ലൈക്സ് വാട്ട്, അവൾക്ക് എന്താണ് ഇഷ്ടം, വാട്ട് എന്തെങ്കിലും എഴുതുക. ഇപ്പോൾ ഇവിടെ ഫുഡിൻ്റെ ആണെങ്കിൽ ഫുഡ് എഴുതുക. ഷീ ലൈക്സ് എഗ്, മുട്ട, എഗ്. ഷീ ലൈക്സ് എഗ്. അപ്പോൾ അവിടെ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്. ക്ലിയർ ആയോ? സെക്കൻഡ് നമ്മുടെ സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കുക എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് രണ്ടാമത് ഉണ്ടാക്കി പഠിക്കുക. ഇനി നമുക്ക് തേർഡ് വണ്ണിലോട്ട് പോകാം. മൂന്നാമത്തെ സ്ട്രക്ചർ അതെന്താണെന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് അഡ്ജക്റ്റീവ്. ഇവിടെ അഡ്ജക്റ്റീവ് എന്നൊരു കാര്യം വന്നു. എന്താണ് ഈ അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൗൺസ്, അതായത് നമ്മുടെ സെൻറ്റൻസിൽ ഇപ്പോൾ നൗൺ ഉണ്ടാകാം, പ്രൊനൗൺസ് ഉണ്ടാകാം, ഇതിനെയൊക്കെ മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെയൊക്കെ വിശേഷിപ്പിക്കുന്ന എന്തെങ്കിലും ആ സെൻറ്റൻസിലുണ്ടെങ്കിൽ അതാണ് അഡ്ജക്റ്റീവ്.
അതാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുക. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ സബ്ജക്റ്റും വേർബും അഡ്ജക്റ്റീവും ചേർത്തിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സബ്ജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ദ ഗേൾന്ന് പകരം നമുക്ക് ഇവിടെ പേരെടുക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പം പ്രൊനൗൺ എടുക്കാം. ഓക്കെ, ഷീ എന്നെടുക്കാം. ഷീ ഈസ് ബ്രില്യൻറ്റ്. ഷീ ഈസ് ബ്രില്യൻറ്റ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആരാന്ന് മനസ്സിലായല്ലോ, ഷീ. ഇവിടുത്തെ വേർബ് എന്താ? ഇവിടുത്തെ വേർബ് ഇസ് ആണ്, കാരണം ഇവിടെ വേറെ വേർബൊന്നുമില്ല. അപ്പോൾ ഇസ് ആണ് ഇവിടുത്തെ മെയിൻ വേർബ്. അപ്പോൾ ഷീ ഈസ് ബ്രില്യൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ബ്രില്യൻറ്റ് എന്ന് വരുന്നതാണ് അഡ്ജക്റ്റീവ്. അതായത് ഈ ബ്രില്യൻറ്റ് എന്ന് നമ്മൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അതായത് ഭയങ്കര ബുദ്ധിയാണ്, ബുദ്ധിമതിയാണ് എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അത് നമ്മൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അവൾ, ഷീ, അവളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവൾ, ഷീ എന്നത് പ്രൊനൗൺ ആണ്. അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ. അതായത് നൗണിനെ കുറിച്ചോ പ്രൊനൗണിനെ കുറിച്ചോ വിശേഷിപ്പിക്കുമ്പോൾ അത് അഡ്ജക്റ്റീവ് ആകും. ഓക്കെ, അപ്പോൾ ഷീ ഈസ് ബ്രില്യൻറ്റ്. കണ്ടോ? ഇതുപോലെ വേറെ സെൻറ്റൻസ് ഉണ്ടാക്കാം. അപ്പോൾ ടോം ഈസ് ഹാപ്പി. ടോം ഈസ് ഹാപ്പി. ഇവിടെ ഏതാണ്? ടോം സബ്ജക്റ്റ്, ഈസ് വേർബ്, ഹാപ്പി ആണ് അഡ്ജക്റ്റീവ്. ഓക്കെ, അങ്ങനത്തെ സെൻറ്റൻസ് ഇതുപോലെ കുറേ സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് ഇനി മൂന്നാമത്തെ സ്ട്രക്ചറിലും നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കി പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ സ്റ്റെപ്പിലോട്ട് പോകാം. നാലാമത്തെ സെൻറ്റൻസിൻ്റെ ഒരു പാറ്റേൺ സ്ട്രക്ചർ. ഓക്കെ, അതെന്താ നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ആഡ്വേർബ്. ആഡ്വേർബ് എന്താണെന്ന് ആണ് അറിയേണ്ടത് അല്ലേ? എന്താണ് ആഡ്വേർബ്? ആഡ്വേർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റൻസിൽ ഉണ്ടാകുന്ന വേർബ് ഉണ്ട്, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഉണ്ട്, ഇതിനെയൊക്കെ വിശേഷിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് ആഡ്വേർബ്. അതിപ്പോൾ വേർഡായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രേസ് ആയിരിക്കാം, അങ്ങനെയായിരിക്കാം ചിലപ്പോൾ ആഡ്വേർബ് നമുക്ക് സെൻറ്റൻസിൽ കാണാൻ പറ്റുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. സബ്ജക്റ്റ് നേരത്തെ പറഞ്ഞ ദ ഗേൾ എടുക്കാം, റീഡ്സ് വേർബ് എടുത്തു. ദ ഗേൾ റീഡ്സ് സ്ലോലി. സ്ലോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി വായിക്കുന്നത് എങ്ങനെയാണ്? മെല്ലെ, പതുക്കെയാണ് വായിക്കുന്നത്. അപ്പോൾ ആ പതുക്കെ, സ്ലോലി എന്നുള്ളതാണ് ഇവിടുത്തെ ആഡ്വേർബ്. അപ്പോൾ വായിക്കുന്നതിന് എങ്ങനെയാണ് എന്നല്ലേ, വായിക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്ലോലി അല്ലേ. ഇല്ലെങ്കിൽ നമുക്ക് ഫാസ്റ്റ് അല്ലെങ്കിൽ ക്വിക്ക്ലി ഇതൊക്കെ പറയാം അല്ലേ. ഇതുപോലെ കെയർഫുള്ളി, ഷീ ഡ്രൈവ്സ് കെയർഫുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ സബ്ജക്റ്റ്, ഡ്രൈവ്സ് വേർബ്, കെയർഫുള്ളി ആണ് ഇവിടുത്തെ ആഡ്വേർബ്. അത് എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത്? കെയർഫുള്ളി, ശ്രദ്ധിച്ചിട്ട്. അല്ലെങ്കിൽ ഹി ലിവ്സ് ഹാപ്പിലി, അവൻ സന്തോഷത്തോടെ, ഹാപ്പിലി, അതാണ് ഇവിടുത്തെ ആഡ്വേർബ്. അപ്പോൾ മനസ്സിലായോ ഇപ്പോൾ എന്താണ് ഈ ആഡ്വേർബ് എന്ന്? ഓക്കെ, അപ്പോൾ 4 സ്ട്രക്ചർ കഴിഞ്ഞു. ഇനി നാലാമത്തെ സ്ട്രക്ചറും ഇതുപോലെ സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് പഠിക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് 5th വണ്ണിലോട്ട് പോകാം. 5ാമത്തെ സെൻറ്റൻസിൻ്റെ ആ ഒരു ഓർഡർ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. 5ാമത്തെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് നൗൺ. ഇവിടെ നൗൺ എന്നാണ് വന്നിരിക്കുന്നത്. ഇത് 3 അറിയാലോ. സബ്ജക്റ്റ് എന്താണെന്ന് അറിഞ്ഞു, വേർബ് എന്താണെന്ന് അറിഞ്ഞു, നൗൺ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ചിലപ്പോൾ ആൾക്കാരുടെ പേരോ സ്ഥലപ്പേര് പ്രൊഫഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ, വസ്തുക്കളുടെ പേരോ, ഇതൊക്കെ നൗൺ ആണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എക്സാമ്പിൾ. നേരത്തെ ഞാൻ ദ ഗേൾ എന്ന് പറഞ്ഞു, പകരം നമുക്ക് ടീന എന്നോ അല്ലെങ്കിൽ ഷീ, അത് ഒരു പേരെടുക്കാം. ഓക്കെ, ടീന. ടീന ഇസ് എ ടീച്ചർ. ടീന ഇസ് എ ടീച്ചർ. ഇപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഏതാണെന്ന് അറിയാലോ, ടീന. ഓക്കെ, വേർബ് എന്താണ്? ഇസ്. ഇവിടെ വേറെ വേർബ് ഇല്ല, അപ്പോൾ ഇസ് ആണ് വേർബ്. എ ടീച്ചർ, ഇവിടുത്തെ ടീച്ചർ എന്താണ്? ഇവിടെ നൗൺ, അതൊരു പ്രൊഫഷൻ ആണ് അല്ലേ, ജോലിയുടെ പേരാണ്. അപ്പോൾ ടീച്ചർ, അതാണ് ടീനയുടെ പ്രൊഫഷൻ. അപ്പോൾ ടീച്ചർ എന്നുള്ളത് ഇവിടെ ഒരു നൗൺ ആണ് അല്ലേ. അപ്പോൾ എന്ത് വന്നു? ആ സബ്ജക്റ്റിന്റെ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ച്, സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് നൗൺ. അപ്പോൾ അതാണ് നമ്മുടെ 5ാമത്തെ സെൻറ്റൻസിന്റെ സ്ട്രക്ചർ. മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് നമ്മൾ ഇത്രയും കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി കുറച്ച് വലിയ സെൻറ്റൻസ് ഉണ്ടാക്കണമെന്നില്ലേ. ചെറിയതായിട്ടൊരു ഒന്നും കൂടെ നമുക്ക് 2 ആഡ് ചെയ്താൽ കുറച്ചും കൂടെ വലിയ സെൻറ്റൻസ് കിട്ടും. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, ദ ഗേൾ റീഡ്സ് എ ബുക്ക്. നമ്മൾ പറഞ്ഞു ദ ഗേൾ റീഡ്സ് എ ബുക്ക്. അപ്പോൾ നമുക്കിനി ചോദിക്കാം വേർ, എവിടെയാണ്. അതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്യാം? പ്ലേസ് ആഡ് ചെയ്യാം, നമുക്ക് പിന്നെ പ്ലസ് ടൈം ആഡ് ചെയ്യാം. ഇപ്പോൾ വേർ എന്ന് ചോദിച്ചാൽ എവിടെയാണ് കുട്ടി വായിക്കുന്നത് എന്നുള്ളത് നമുക്ക് എഴുതാം. അപ്പോൾ ദ ഗേൾ റീഡ്സ് എ ബുക്ക് ഇൻ ദ ലൈബ്രറി എന്ന് എഴുതാം, ഇൻ ദ ലൈബ്രറി. ഓക്കെ, ഇനി നമുക്ക് ടൈം ചോദിക്കാം, എപ്പോൾ. അപ്പോൾ
അറ്റ് 8 o'clock, ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ എവ്രി ഡേ എന്ന് എഴുതാം. ദ ഗേൾ റീഡ്സ് എ ബുക്ക് ഇൻ ദ ലൈബ്രറി എവ്രി ഡേ. എവ്രി ഡേ ആണോ? ഇപ്പോൾ നമുക്ക് വലിയ സെൻറ്റൻസ് കിട്ടിയില്ലേ? നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഗേൾ എന്ന് തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലേ? അപ്പോൾ ആ ഗേൾ വന്നു, റീഡ് വന്നു, പിന്നെ എന്തൊക്കെ വന്നു? ബുക്ക് വന്നു, ഇൻ ദ ലൈബ്രറി വന്നു, പിന്നെ എവ്രി ഡേ വന്നു. ഇതൊക്കെ കൂടിയപ്പോൾ നമുക്ക് വലിയൊരു സെൻറ്റൻസ് കിട്ടി. ഞാനിവിടെ ഒരു സബ്ജക്റ്റ് എടുക്കാം, ഐ. ഐ എന്ന് വന്നിട്ട് ഐ പറഞ്ഞു, പിന്നെ അതിൻ്റെ കൂടെ ഒരു വേർബ് എടുക്കാം, ഗോ. ഐ ഗോ. ഈ ഗോ എന്ന് കേട്ട് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ഗോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കാറില്ലേ, എവിടേക്കാ, വേറെ. അപ്പൊ പറയാം ഐ ഗോ ടു സ്കൂൾ. ടു സ്കൂൾ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് സ്കൂൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം എപ്പോൾ. ഐ ഗോ ടു സ്കൂൾ എവ്രി ഡേ. എവ്രി ഡേ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അടുത്തത് നമുക്ക് വീണ്ടും എഴുതാം, ഹൗ, എങ്ങനെയാ. അപ്പൊ ഞാൻ പറയും ഐ ഗോ ടു സ്കൂൾ എവ്രി ഡേ ബൈ ബസ്. ബൈ ബസ്. ക്ലിയർ ആയില്ലേ? പെട്ടെന്ന് തീർന്നില്ലേ നമുക്ക് ആ സെൻറ്റൻസ്? ഇതുപോലെ നിങ്ങൾ സെൻറ്റൻസ് ട്രൈ ചെയ്യുക. ഓക്കെ. ഇപ്പോൾ 5 സ്ട്രക്ചറും പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്താൽ കുറേ നിങ്ങൾക്ക് സെൻറ്റൻസ് ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.